ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രീനാഥ് വളരെ വിഷമത്തോടു കൂടിയും അതുപോലെ വിവേകിനോട് ദേഷ്യപ്പെട്ടിട്ടും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. കാരണം ഇനി ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? എൻ്റെ വർഷം കിടക്കുന്നത് കണ്ടോ? നീ കാരണമാണ് അതൊക്കെ സംഭവിച്ചത്. ഇനി എന്തായാലും ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അയാൾ പോകുന്നു. ആ സമയത്ത് വിവേക് വിഷമത്തോടു കൂടി തന്നെ അകത്തേക്ക് വരുന്നുണ്ട് വർഷയെ കാണാനായിട്ട്. ഒരു മാറ്റവും ഉണ്ടായില്ല അല്ലേ? ശ്രീയേട്ടൻ വന്നാൽ പോലും എന്തെങ്കിലും ഒരു ചേഞ്ച് വെളിയിൽ പ്രതീക്ഷിച്ചു. പക്ഷെ അതുപോലും ഉണ്ടായില്ലല്ലോ വിവേക് എന്ന് പറഞ്ഞ് ഇരിക്കുന്നു കേട്ടോ. അതിനുശേഷം തന്നെ വർഷയുടെ കൈ പിടിച്ചിട്ട് വിവേക് കരയുകയാണ്. നിനക്ക് വേണ്ടി ഞാൻ ഇതെല്ലാം ചെയ്തു, ഇനി ഞാൻ എന്താ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? നീ എന്താ ഒന്ന് ഉണരാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വിഷമത്തോടു കൂടി തന്നെ നമ്മുടെ വിവേക് കരയാണ് കേട്ടോ. ആ സമയത്ത് ആരതി വരുന്നുണ്ട്. വിവേകിനോട് ഇങ്ങനെ വിഷമിപ്പിക്കേണ്ടെന്ന് എല്ലാവരും ഒന്ന് പറയും. അയാൾ കരയുന്നത് കണ്ടില്ലേ? എന്തിനാ ഈ ഒരു പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെടുത്തുന്നത്? എന്തായാലും വർഷയ്ക്ക് ഒന്നും സംഭവിക്കില്ല. എന്ത് ചെയ്യാനാണ്? ആ സമയത്ത് എന്തായാലും വിവേക് ഒരു കാര്യം ചെയ്യുന്ന ശിവ പറയുന്നുണ്ട്. നമ്മുടെ യാമിനി ഡോക്ടറോട് വരാനായിട്ട് പറയൂ. എന്തായാലും നമുക്ക് ഡോക്ടറുടെ ഒപ്പീനിയനും കൂടി അറിയാലോ എന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് ആരതിക്കൊരു ടെൻഷനൊക്കെ ആവുന്നുണ്ട്. ഇനി വേറെ ഡോക്ടർ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അറിയാൻ സാധിക്കുമോ എന്നുള്ളത്. അതിനുശേഷം തന്നെ എന്തായാലും ഞാൻ ഡോക്ടറെ പോയി ഒന്ന് കാണട്ടെ, വിളിച്ച് പറഞ്ഞാൽ ഡോക്ടർ ഇങ്ങോട്ട് വരില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. വിളിച്ച് പറയേണ്ട, നേരിട്ടാകുമ്പോൾ കുറച്ച് കാര്യങ്ങളും സംസാരിക്കാമല്ലോ. ഇപ്പോഴത്തെ കണ്ടീഷനൊക്കെ നമുക്ക് സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിച്ച് ഡോക്ടറോട് വരാനായിട്ട് പറയാമെന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് എന്തിനാ വേറൊരു ഡോക്ടർ? ഈ ചികിത്സ തന്നെ പോരെ? ഇതിൽ വർഷയ്ക്ക് മാറ്റമുണ്ടല്ലോ. എന്ത് മാറ്റമാണ് ആരതി പറയുന്നത്? നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ. വർഷയ്ക്ക് ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ ആരതി പറയുന്നുണ്ട്. കാരണം വേറൊരു ഡോക്ടറുടെ കയ്യിൽ വർഷം എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം വെളിച്ചത്താവും എന്നുള്ളത് അവൾക്കറിയാം. അതുകൊണ്ടാണ്. പിന്നീടാണെങ്കിലും നമ്മുടെ ശ്രീനാഥിനെയും രാഘവനെയും കാണിക്കുന്നു. അങ്ങനെ വീണ്ടും മദ്യപിക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രീനാഥ്. എടാ മരുമോനെ, നീ എന്തിനാടാ ഇപ്പോൾ കുടിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീയല്ലേ കൂടി നിർത്തി എന്നൊക്കെ പറഞ്ഞത്. എടോ, എനിക്ക് എൻ്റെ വർഷം കിടക്കുന്നതായിട്ട് സഹിക്കാൻ സാധിക്കുന്നില്ല. അവൾക്ക് ഇഷ്ടമില്ല എന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ കുടിയൊക്കെ നിർത്തിയത്. പക്ഷേ ഇനി അവളുടെ അവസ്ഥ കണ്ടോ? എന്ത് ചെയ്യാനാടാ? എന്തായാലും അവളെ പരിചരിക്കാൻ അവളുടെ കൂട്ടുകാരുണ്ട്. പിന്നെ അവനുണ്ടല്ലോ, വാല് തൂങ്ങിയോണ്ട് നടക്കുന്നുണ്ടല്ലോ. അവൾക്കിപ്പോൾ സുഖമാണല്ലോ. നിങ്ങളൊരു അച്ഛനാണോ? എന്തൊക്കെയാണ് ഈ പറയുന്നത്? പാവം വർഷം, നിങ്ങൾ എത്ര സ്നേഹിച്ചിട്ടുണ്ട്? നിങ്ങൾക്ക് എപ്പോഴും പൈസ തന്നിട്ട് അവൾ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഒരു അനുകമ്പ നിങ്ങൾ അവളോട് കാണിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അവളെ കുറ്റം പറഞ്ഞ് നടക്കാനല്ലേ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ളൂ. ഒരു പാവം പെൺകുട്ടിയാണ്. അവൾക്ക് ഈ ഗതി വരാൻ ഞാനാണ് കാരണം, എൻ്റെ ഈ മുടിഞ്ഞ മദ്യപാനമാണ് കാരണം എന്നൊക്കെ പറഞ്ഞ് വളരെ സങ്കടത്തോടു കൂടി നിൽക്കുവാണ്. മോനെ, ഞാൻ എന്ന രീതിയിൽ പറയുമ്പോൾ നിങ്ങളൊന്നും പറയണ്ട, നിങ്ങൾക്ക് ഒരു സ്ഥാനം അവളുടെ മനസ്സിലുണ്ടാവില്ല എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. എടാ, എൻ്റെ വർഷം തിരിച്ചു വരടാ, എൻ്റെ മോള് തിരിച്ചു വരുമെന്ന് പറയുന്നു. നിങ്ങളൊന്ന് പോയേ എന്ന് പറയുന്നുണ്ട്. ഇല്ല, ഇത് ഞാൻ ആത്മാർത്ഥമായി പറയുകയാണ്, അവൾ തിരിച്ചു വരുമെന്നൊക്കെ. അതിനുശേഷം തന്നെ ശരത്തും ആരതിയും കൂടി അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ്. ശ്രീനാഥ് പൊട്ടിക്കരയുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വർഷയ്ക്കെങ്ങാനും ഓർമ്മ തെളിഞ്ഞോ അങ്ങനെയൊക്കെ. എന്തായാലും അങ്ങനെ ഒരു ഓർമ്മ തെളിയാൻ ഒരു ചാൻസും ഇല്ല. അത്രയും നല്ല ഡോസാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു. ആ സമയത്ത് ആ പെൺപിള്ളേരുടെ ഒരു നിപ്പ് കണ്ടിട്ട് ശരത്തേട്ടാ, എനിക്ക് ഒന്നും, അതായത് എനിക്ക് ചിരി അടക്കാനേ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് രണ്ടും കൂടി അവരെ പരിഹസിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. ആ സമയത്ത് കാവേരി വരുന്നുണ്ട് കേട്ടോ. എന്താ രണ്ടുപേരും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്? അല്ല, ആ ശ്രീനാഥ് വന്നിട്ട് പോലും വർഷയ്ക്ക് ഒരു മാറ്റമില്ലല്ലോ. ഒരുപാട് പ്രതീക്ഷിച്ചിട്ടാണ് അവർ നിന്നത്. എന്ത് ചെയ്യാനാണെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് ആ ഡോസ് കൊടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. പക്ഷേ ഒരു ദിവസം അത് മുടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അതിനൊരിക്കലും ഇടവരുത്തരുത്. അത് മിസ്സാകാതെ തന്നെ കൊടുക്കണം. അതിന് ഡോസ് കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ എണീക്കില്ലല്ലോ എന്ന് പറയുന്നു. അങ്ങനെ അവൾക്ക് കൂടുതൽ പ്രശ്നമായാൽ വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയാൽ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെളിച്ചത്താവും. അങ്ങനെ വേണ്ട, ഈ പോണ രീതിയിൽ തന്നെ അത് പോയിക്കൊണ്ടിരിക്കട്ടെ. പക്ഷേ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണമെന്ന് ആ കാവേരി പറയുന്നുണ്ട്. ഇന്നും ആ മുടങ്ങാതെ ആ ഇഞ്ചക്ഷൻ എടുത്തിരിക്കണം എന്നും പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറയുന്നു. പിന്നെ അകത്തേക്ക് പോകുന്ന സമയത്ത് വിവേക്, എന്തായാലും ഞാൻ ആ ഡോക്ടറിനെ ഒന്ന് പോയി കാണട്ടെ എന്ന് പറയുന്നു. നിങ്ങളെന്താ എല്ലാവരും കൂടി ചർച്ച ചെയ്യുന്നതെന്ന് കാവേരി ചോദിച്ചിട്ടാണ് വരുന്നത് കേട്ടോ. അല്ല, വർഷയ്ക്ക്
ഒരു മാറ്റം ഉണ്ടായില്ലേ ശ്രീനാഥ് വന്നിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് മാറ്റം സംഭവിക്കാനാണ്, ഞങ്ങളുടെ ആകെ ഒരു പ്രതീക്ഷയായിരുന്നു, അതും നഷ്ടപ്പെട്ടു പോയി എന്ന് നമ്മുടെ അഭി പറയുന്നു കേട്ടോ. നിങ്ങളിങ്ങനെ വിഷമിക്കല്ലേ, ചെറുതായിട്ട് മാറ്റങ്ങൾ ഉള്ളിലുണ്ടായിരിക്കും, കോമ സ്റ്റേജിലുള്ള ഒരു പേഷ്യൻറ്റ്, അപ്പോൾ അതൊക്കെയല്ലേ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുന്നു. 21 ദിവസത്തിൽ എന്തെങ്കിലും വലിയ ചേഞ്ച് ഉണ്ടാവും നിങ്ങൾ പറഞ്ഞതല്ലേ, ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് എത്ര ദിവസമായി, ഒരു ചേഞ്ചും അവളിൽ കാണാനില്ല. എന്തായാലും ഞങ്ങളൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനായിട്ട് പോകുന്നതെന്ന് പറയുന്നു. അതിന് തെറ്റൊന്നുമില്ല, ആയുർവേദത്തിൽ നിന്ന് പെട്ടെന്ന് അലോപ്പതിയിലേക്ക് മാറുമ്പോഴുള്ള ചേഞ്ചുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ബോഡിക്ക് താങ്ങാൻ സാധിക്കുമോ അറിയില്ല, അതുകൊണ്ട് എന്തായാലും നിലവിലെ ചികിത്സ നിർത്തരുതെന്ന് പറയുന്നു. ആ സമയത്ത് ശിവ പറയുന്നുണ്ട്, നിലവിലെ ചികിത്സ ഞങ്ങൾ നിർത്തുന്നൊന്നുമില്ല, പക്ഷേ ഡോക്ടർ വന്നൊന്ന് കാണട്ടെ എന്ന രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ അത് നടക്കട്ടെ. കാവേരിക്ക് അപ്പോൾ ഒന്നും സംസാരിക്കാൻ പറ്റാണ്ടായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നതിന് എല്ലാം അനുസരിച്ച് നിൽക്കേണ്ടി വരികയാണ്. പിന്നെ ആ കിഴിയൊക്കെ വർഷയുടെ കാലിൽ വയ്ക്കുന്ന സമയത്ത് അങ്ങനെ ദേഷ്യത്തോടു കൂടി വെക്കുകയാണ്. വിവേകാണെങ്കിലോ യാമിനി ഡോക്ടറുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ ആരതിയും ശരത്തും കൂടിയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തോ ശരത്തേട്ടാ, എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. കാരണം എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ഭയം പോലെ നമുക്ക് എന്തോ ഒരു പ്രശ്നം വരാനായിട്ട് പോകുന്നു എന്നൊരു തോന്നലുണ്ട് എനിക്ക്, അതെന്താണെന്നറിയില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആരതി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആ സമയത്ത് അങ്ങനെയൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറയുന്നു. പെട്ടെന്ന് അതിൽ കോൾ വരുന്നുണ്ട് ശരത്തിൻ്റെ ഫോണിലേക്ക്. അത് മറ്റാരുമല്ല, നമ്മൾ കാത്തിരുന്നിട്ടുണ്ടായിരുന്ന ആ ബോസിനെയാണ് കേട്ടോ. അത് ആരാന്നറിയാൻ വേണ്ടിയിട്ട് ഇതാ ബോസ് വിളിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നു. എന്ന ഫോൺ അറ്റൻഡ് ചെയ്യും. ടെൻഷനോടും പേടിയോടും കൂടി തന്നെ ശരത്ത് ഫോൺ അറ്റൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരത്ത്, എന്തൊക്കെയാണ് കാവേരി പറഞ്ഞ് ഞങ്ങൾക്ക് നല്ല അറിവുണ്ട്, മറ്റൊന്നുമല്ല, വിവേകിനെ ചികിത്സിക്കാൻ മറ്റൊരു ഡോക്ടർ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അത് സത്യമാണെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, അതവർ പറയുന്നേ ഉള്ളൂ, അല്ലാതെ അവരൊരിക്കലും കൊണ്ടുവരില്ല എന്ന് പറയുന്നു. അങ്ങനെ കൊണ്ടുവരാൻ പാടില്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അസുഖം അത് ആ ഡോക്ടർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അകത്ത് പോവും. അപ്പോൾ അത് വേണ്ടാന്ന് വെക്കാനുള്ള ഉദ്ദേശം നിങ്ങളുടെ മാത്രമാണെന്ന രീതിയിൽ പറയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാലോ എന്നെ, നിങ്ങളെ ഞാൻ ശരിയാക്കും എന്ന രീതിയിൽ തന്നെ നല്ല ഭീഷണി സ്ഥലത്തിൽ തന്നെ ആ ഒരു ബോസ് സംസാരിക്കുന്നുണ്ട് ശരത്തിനോട്. ഇല്ല ബോസ്, അങ്ങനെയൊന്നും സംഭവിക്കില്ല. എന്തായാലും ആ കൂട്ടുകാരി പെൺകുട്ടികളുണ്ടല്ലോ, അവരെയും ബ്ലോക്ക് ചെയ്തിരിക്കണം. കാരണം അവരും നമ്മളുടെ കൈ വിട്ട് പോകാൻ പാടില്ല. അതുപോലെ വർഷം ഒട്ടും പോകരുത്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കണം. ഇത് നിങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വമാണ്. ഇത് ഇനി കൂടുതൽ എന്നോട് കൊണ്ട് സംസാരിപ്പിക്കരുത്. അങ്ങനെയാണെങ്കിൽ എന്നെ നിങ്ങൾക്കറിയാലോ, ഞാൻ ഈ സംസാരിക്കുന്നത് പോലെ ആവില്ല ഇനിയുള്ള കാര്യങ്ങൾ എന്ന രീതിയിലൊക്കെ ശരത്തിനോട് ബോസ് പറയുന്നു കേട്ടോ. ശരത്തിന് ഇത് കേൾക്കുമ്പോൾ പേടിയാവുന്നുണ്ട്. അയാൾ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ്. ആ സമയത്ത് കാവേരി ബോസിനോട് കൂടെ ഉണ്ട് കേട്ടോ. അവർ രണ്ടുപേരും കൂടി നിന്നിട്ടാണ് സംസാരിക്കുന്നത്. കാരണം വർഷയുടെ ഡോക്ടർ വരികയാണെങ്കിൽ, അതായത് യാമിനി ഡോക്ടർ വരുവാണെങ്കിൽ എന്തായാലും വർഷയ്ക്ക് ഇപ്പോൾ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അറിയാൻ പറ്റും. ആ ഡോക്ടർ വന്നിട്ട് പരിശോധിക്കുന്നതിൽ എന്തെങ്കിലും ഒരു തടസ്സം ഇവർ ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. പക്ഷെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിക്കൊണ്ട് തന്നെ ഡോക്ടർ വന്ന് പരിശോധിക്കും. ആ ഒരു പ്രശ്നം അവരെന്താണ് ഇഞ്ചെക്ട് ചെയ്തിരിക്കുന്നതെന്ന് അറിയുകയും വേണം. അതിനുവേണ്ടി ഡോക്ടർ വന്നേ പറ്റുള്ളൂ. അല്ലാതെ ഇവരുടെ ഈ ഒരു കുതന്ത്രമൊന്നും ഇനി വക പോവില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.